രാഹുൽ മങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നതിൽ നിർണായകമായ ഒരു സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. രാഹുൽ രക്ഷപ്പെടുന്ന ഒരു ചുവന്ന പോളോ കാറിലാണെന്ന് നിഗമനമുണ്ട്. രാഹുലിൻ്റെതല്ലാത്ത പോളോ കാർ തലേന്നാണ് പാലക്കാട്ടേക്ക് എത്തിച്ചതെന്ന് സൂചന വരുന്നു. കാർ ആരുടേതാണെന്ന് അറിയില്ലെന്നും സ്റ്റാഫ് അംഗങ്ങൾ മൊഴി നൽകിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് അജിത് ബാബുവാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചേർത്തത്. അജിത്തെ, ഈ രാഹുൽ മങ്കൂട്ടത്തിനെ കാണാതെ പോയിട്ട് ഇപ്പോൾ 4ാമത്തെ ദിവസമാണ്. ഈ ദിവസങ്ങളിലൊക്കെയും പലയിടങ്ങളിലും അന്വേഷണ സംഘം വലവിരിച്ചെങ്കിലും MLA കുറിച്ച് നിർണായകമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇതേ ഇപ്പോൾ ഈ സമയത്ത് പുറത്തു വരുന്ന ഈ സൂചനകൾ എത്ര കണ്ട് നിർണായകമാണ്? സേതുലക്ഷ്മി, നിർണായകമാണെന്ന് മാത്രമല്ല, ഇത് കേന്ദ്രീകരിച്ചാണ് ഇനി അങ്ങോട്ട് അന്വേഷണ സംഘം കാര്യങ്ങൾ നടത്തുക. പ്രത്യേകിച്ച് ഈ കാറിൻ്റെ വിവരങ്ങൾ ഇന്നലെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. കാറിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ദൃശ്യങ്ങൾ, കാർ പോയ വഴി മുഴുവനുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നിർണായകമായ ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പോളോ കാർ ഇത്തരത്തിൽ തലേദിവസമാണ് പാലക്കാട്ടേക്ക് എത്തിച്ചതെന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ വരികയാണ്. അതായത് മുൻകൂറായി തന്നെ ഇക്കാര്യത്തിൽ ചില അറിവുകളുണ്ടോ, രാഹുലിന് ഇക്കാര്യത്തെ സംബന്ധിച്ച് ചില അറിവുകളുണ്ടോ എന്ന് സംശയിക്കുന്നതാണ്. ഇത്തരത്തിലൊരു കാർ ഇത്തരത്തിൽ എത്തിക്കുന്നു, അതിനുശേഷം അതിൽ നിന്ന് ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ കാർ ആരുടേതാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ അത് പ്രസിദ്ധീകരിക്കുന്നത് ഗുണകരമാവില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം തന്നെ പറയുന്നത്. ഏതാണെങ്കിലും വളരെ നിർണായകമായ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ കാറുമായി എവിടെയൊക്കെ പോയി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫോൺ വിവരങ്ങൾ, ഫോൺ ഉൾപ്പെടെ ആ കാറിൽ കൊണ്ടുപോയിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഏതാണ്ട് അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. അത്തരത്തിൽ നിർണായകമായ ഈ കേസിലെ തന്നെ രാഹുൽ മങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് കണ്ടെത്താനുള്ള നിർണായകമായ സൂചനയായി തന്നെയാണ് അന്വേഷണ സംഘം ഈ പോളോ കാറിനെ കാണുന്നത്. ചുവന്ന പോളോ കാർ. ബംഗളൂരു, കോയമ്പത്തൂരൊക്കെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തിരച്ചിൽ. ബംഗളൂരിലും കോയമ്പത്തൂരിലും മാത്രമല്ല, പാലക്കാടും തൃശ്ശൂരിലും പ്രധാനമായി പരിശോധന നടക്കുന്നുണ്ട്. പാലക്കാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി ഇപ്പോഴും കരുതുന്നത്. അതായത് രാഹുൽ മങ്കൂട്ടത്തിൽ ഇവിടെ നിന്ന് പോയതിന് ശേഷം തിരികെ പാലക്കാട്ടേക്ക് എത്തി എന്നുള്ള ചില സൂചനകളുണ്ടായിരുന്നു. അതിന് കാരണം ചില ആളുകളൊക്കെ പോലീസിനോട് വിളിച്ച് ഇത്തരത്തിൽ രാഹുലിൻ്റെ വാഹനം കണ്ടതായി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്ന കാര്യമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് പരിശോധിച്ചെങ്കിലും അത് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ച് CCTV ഇല്ലാത്ത പ്രദേശങ്ങൾ ഉൾപ്പെടെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രധാന പോയിന്റ് പാലക്കാട് തന്നെയായിട്ടാണ് കാണുന്നത്. കാരണം അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യം, അപ്പം ഈ രാഹുൽ മങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള പുതിയൊരു അപ്ഡേഷൻ വന്നതാണ്. ഇയാൾ എവിടെയാണെന്നുള്ള തിരച്ചിലാണല്ലോ അന്വേഷണ സംഘത്തിന്. അപ്പോൾ ഏറ്റവും ലീഡാവുന്ന ഒരു കാര്യമാണ് ഇയാൾ രക്ഷപ്പെടുന്ന ഒരു ചുവന്ന പോളോ കാറിലാണ് എന്നൊരു ലീഡ് അന്വേഷണ സംഘത്തിനുണ്ട്.